ബസ്സിലിറക്കൊക്കെ കഴിഞ്ഞ് കണ്ണുറന്ന് നോക്കിയപ്പോഴത്തേക്കും നേരെ അങ്ങ് വെളുത്തു. ഇനി ടൂറിസ്റ്റ് ബസ് അങ്ങോട്ട് പോയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു 4-5 വണ്ടിയിലോട്ട് ഷിഫ്റ്റായി നമ്മൾ നമ്മുടെ പ്ലേസിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും മണാലി എത്തി. പിന്നെ റൂമിലൊക്കെ കയറി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷപ്പ് ആയപ്പോഴത്തേക്കും ലഞ്ചിനുള്ള ടൈമായി. അങ്ങനെ പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനായിരുന്നു. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടുന്ന് കുറച്ചുകൂടെ പോയാലും നമുക്ക് ഹോട്ട് സ്പ്രിങ്ങും കാണാൻ പറ്റും. ഞങ്ങൾ പിന്നെ ഹോട്ട് സ്പ്രിങ് കാണാനായിട്ട് പോയി. അവിടെ കുറച്ച് മുയൽ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ കണ്ടില്ലേ, ഇവിടുത്തെ സ്ത്രീകളുടെ പ്രധാന തൊഴിൽ ഇത് തന്നെയാണ്. പല ഭംഗിയിലുള്ള പൂക്കളും പിന്നെ നമ്മൾ തണുപ്പിന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അവർ നെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അല്ലറ ചില്ലറ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇനി നമ്മൾ ഇവിടുത്തെ ഫേമസ് ടെമ്പിൾ കാണാനായിട്ട് പോയി. ടെമ്പിൾ കാണുന്നതിന് അവരുടെ അവിടുത്തെ ഈ ട്രഡീഷണൽ ക്ലോത്ത് ഇട്ട് ഫോട്ടോസ് എടുക്കാനായിരുന്നു എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ്. അപ്പോഴത്തേക്കും അങ്ങ് നൈറ്റായി. ഇനി നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും ഉറങ്ങാനായിട്ട് പോയി. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ 4 രാവിലെ തന്നെ നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഡേ 4 കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾക്ക് വണ്ടി എത്തി. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി കയറിയിരുന്നു. ഇവിടുത്തെ ഈ ഒരു സ്നോഫോളിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സും സോക്സും ഷൂസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് റെൻറ്റിന് കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആ ഒരു ഡ്രസ്സിലോട്ട് അങ്ങ് ചേഞ്ചായി. പിന്നെ ഞങ്ങൾ നേരെ സ്നോഫോളിൽ കളിക്കാനായിട്ട് പോയി. ഇതൊക്കെ ഞങ്ങൾ മിക്കവർക്കും ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ ഡോക്യുമെൻ്ററി ചെയ്തിട്ടും ആർക്കും ഒന്നും മതിയാവുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നതിനിടയിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമ്മളെല്ലാവരും അങ്ങ് മറന്നുപോയി. അങ്ങനെ ഫൈനലി ഡേ 5 എത്തി. 5th ഡേ നമ്മളെല്ലാവരും കുളുവിലായിരുന്നു. കുളുവിൽ മെയിനായിട്ട് റാഫ്റ്റിംഗ് ആയിരുന്നു. അടിപൊളിയായിരുന്നു റാഫ്റ്റിംഗ്. ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാവാത്ത അനുഭവങ്ങളിലൊന്നു തന്നെയായിരിക്കും ഈ റാഫ്റ്റിങ്ങും കുളുവും മണാലിയും ഒക്കെയും. പിന്നെ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് വീണ്ടും ഞങ്ങൾക്ക് 2 days പഴയ പോലെ തന്നെ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഡോക്യുമെൻ്ററിനൊക്കെ ഞങ്ങൾക്ക് ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു.